തിരുവനന്തപുരം ആര്യനാട് ജപ്തിയെ തുടർന്ന് 5 മാസം പ്രായമായ കുഞ്ഞടക്കം പെരുവഴിയിലായ സംഭവത്തിൽ ഇടപെട്ട് ബാലാവകാശ കമ്മീഷൻ. ബാങ്ക് മാനേജറുമായി ചർച്ച നടത്തി കുടുംബത്തിന് വീട് തുറന്നു നൽകും. മീഡിയ വൺ വാർത്തയെ തുടർന്നാണ് ബാലാവകാശ കമ്മീഷന്റെ ഇടപെടൽ. ലോണിന്റെ വിഷയമായിട്ട് ബന്ധപ്പെട്ട് ബാങ്ക് ഇന്നലെ വീട് ലോക്ക് ചെയ്തതായിട്ടാണ് മനസ്സിലാക്കിയത്. എന്നാൽ ആ വിഷയം കുഞ്ഞ് പുറത്തു കിടക്കുന്നത് നമുക്കെല്ലാവർക്കും അത് ബുദ്ധിമുട്ടാണ്. അതുപോലെ വൃദ്ധയായ മാതാവ് കിടക്കുന്നതും കമ്മീഷനെ സംബന്ധിച്ചിടത്തോളം കുഞ്ഞിനെ പോലെ തന്നെ അത് നമ്മൾ വളരെയധികം ഗൗരവത്തോടെ ആ വിഷയം എടുക്കുകയാണ്. അപ്പോൾ ഞാനിപ്പോൾ അത് ഈ വിഷയം പരിഹരിക്കുന്നതിലേക്ക് വേണ്ടി ബ്രാഞ്ച് മാനേജരെയും കാനറയിലെ ജനറൽ മാനേജറുമായിട്ട് നേരിട്ട് ബന്ധപ്പെട്ടു. ജനറൽ മാനേജർ ഒരു ഉറപ്പ് തന്നു, അവർക്ക് ആവശ്യമായ സാവകാശം ഇന്ന് തന്നെ അത് അനുവദിക്കാം. തുടർന്ന് അവർ ലോൺ അടയ്ക്കുവാനുള്ള ക്രമീകരണം അവരത് ചെയ്യണം എന്നൊരു അഭ്യർത്ഥനയോടുകൂടി. സനിസ ശോഭാചന്ദ്രൻ ചേരുന്നുണ്ട്. സനിസ, ബാലാവകാശ കമ്മീഷൻ ഇടപെട്ടു, നല്ലത് തന്നെ. പക്ഷേ അതുകൊണ്ട് മാത്രം തീരുന്നില്ലല്ലോ പ്രശ്നം. ജപ്തിയിൽ നിന്ന് ഒഴിവാക്കുക എന്നുള്ള കാര്യങ്ങളിലേക്ക് നീങ്ങേണ്ടതുണ്ട്. അതിന് സർക്കാർ തലത്തിൽ വല്ല ഇടപെടലും ഉണ്ടായിട്ടുണ്ടോ? നിലവിൽ ബാലാവകാശ കമ്മീഷൻ ഇടപെട്ടതോടെ ഒരു സാവകാശം കുടുംബത്തിന് വീട് തുറന്നു നൽകും. കൂടാതെ തന്നെ ഈ കുടിശ്ശിക അടച്ചു തീർക്കാൻ സാവകാശം നൽകും എന്നതിലാണ് ഒരു തീരുമാനമായിട്ടുള്ളത്. ഈ ബാലാവകാശ കമ്മീഷൻ വീട് സന്ദർശിച്ചതിന് ശേഷം ആര്യനാട് കാനറ ബാങ്ക് മാനേജറുമായി ചർച്ച നടത്തുകയായിരുന്നു. അതിനുശേഷമാണ് ഇത്തരത്തിലൊരു തീരുമാനമെടുത്തത്. 13 ലക്ഷമാണ് കാനറ ബാങ്കിൽ നിന്ന് ലിഹാസ് ഇത്തരത്തിൽ വീട് പണിയുന്നതിനായിട്ടും പെങ്ങളുടെ കല്യാണത്തിനുമായിട്ടും എടുത്തത്. ഇയാൾക്ക് ഒരു ബൈക്ക് അപകടം ഉണ്ടായതോടുകൂടി തന്നെ ഇയാൾക്ക് പിന്നീട് അത് തുടർന്ന് അതിന്റെ തിരിച്ചടവ് അടക്കാൻ കഴിയാത്ത ഒരു സാഹചര്യത്തിലേക്ക് എത്തുകയായിരുന്നു. ഇതിനെ തുടർന്ന് 8 ലക്ഷം രൂപ അടച്ചെങ്കിൽ പോലും ബാക്കി തുക നിലനിൽക്കുന്ന ഒരു സാഹചര്യത്തിലാണ്. അതിന്റെ പലിശയുടെ പലിശയും കൂടി വന്ന ഒരു സാഹചര്യത്തിലാണ് ഇപ്പോൾ വീട് ഇന്നലെ ഉച്ചയോടെയായിരുന്നു ജപ്തി ചെയ്തത്. ഇന്നലെ പാതിരാത്രി വരെ 5 മാസം പ്രായമായ കുഞ്ഞും അതുപോലെ തന്നെ വൃദ്ധരായിട്ടുള്ള 3 പേരും ഭാര്യയും അടങ്ങുന്ന 6 അംഗ കുടുംബം പെരുവഴിയിലായിരുന്നു. ഇതിലാണ് ഇപ്പോൾ ബാലാവകാശ കമ്മീഷൻ ഇടപെട്ട് ഇയാളുടെ വീട് സന്ദർശിച്ച് ഇത്തരത്തിൽ ബാങ്ക് മാനേജറുമായി ഒരു ചർച്ച നടത്തി താൽക്കാലികമായിട്ട് ഒരു ആശ്വാസത്തിലേക്ക് എത്തിയത്. തീർച്ചയായും ഇയാളുടെ കാലും കൈയും ഒക്കെ സ്റ്റീൽ കൊണ്ടാണ് ഇപ്പോൾ ഉള്ളത്. അത്തരത്തിലുള്ള ഒരു ചികിത്സാ രീതിയാണ് ബൈക്ക് അപകടത്തിന് ശേഷം നടന്നത്. അതുകൊണ്ട് തന്നെ ഇയാൾക്ക് ജോലികളൊന്നും ചെയ്യാൻ പറ്റാത്ത ഒരു സാഹചര്യമാണ്. എങ്ങനെ ഇനി തിരിച്ചടവ് നടത്തും എന്നതിലൊന്നും ഒരു തീരുമാനമായിട്ടില്ല. എന്തായാലും സർക്കാരിന്റെ തലത്തിൽ നിന്ന് നിലവിൽ ഇടപെടൽ ഉണ്ടായിട്ടില്ല. പക്ഷെ അതുമായിട്ടുള്ള നടപടികളൊക്കെ ജനപ്രതിനിധികളിലേക്കൊക്കെ ഈ വിഷയം എത്തിക്കുന്നുണ്ട്. നൗഫൽ, മീഡിയ വൺ ഇടപെടലിലൂടെയാണ് ആ കുടുംബത്തിന് ആശ്വാസം ലഭിച്ചിരിക്കുന്നത്. സനിസയാണ് വിവരങ്ങൾ നൽകിയത്.